ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. നമ്മളിന്ന് ഓണം അവധിയൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ട്രിവാൻഡ്രത്താണ് പോകുന്നത്. കനകക്കുന്ന് പാലസിൽ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുവാണല്ലോ. സെപ്റ്റംബർ 13 തൊട്ട് 23 വരെ അവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് സ്റ്റേ ആണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പോകുന്ന വഴിയിൽ അതിൽ നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മൾ ചടയമംഗലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ജഡായിപ്പാറ. അങ്ങനെ നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ട്രിവാൻഡ്രം എത്തി. അവിടുന്ന് നമ്മൾ റൂമൊക്കെ എടുത്തു. ഇതിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. അവിടെ ഇങ്ങനെ ബേസിലിൽ നമുക്ക് ഇഷ്ടമുള്ള ചായക്കടി കഴിക്കാൻ കേട്ടോ. അത് രസമായിട്ട് തോന്നി. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയം പോയാൽ ലൈറ്റിങ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പോയി നടന്നു പോകാനാണ് ആക്ച്വലി വിചാരിച്ചത് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്നൊരു 2.5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഭയങ്കര റഷാണ് റോഡൊക്കെ. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഹോട്ടലിൽ അവിടുത്തെ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചു. അത് എന്തായാലും നല്ല ബുദ്ധിയായി. പെട്ടെന്ന് തന്നെ നമുക്കവിടെ ചെല്ലാൻ പറ്റി. റോഡ് സൈഡ് ഫുള്ള് ലൈറ്റിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ പ്രാവശ്യമാണ് ഓണപ്പരിപാടി ഇത്ര കുറച്ചിട്ടുള്ളത്. എന്നിട്ട് തന്നെ ഇത്രയും ഭംഗി. അപ്പോൾ നേരത്തെയുള്ള വർഷങ്ങളൊക്കെ എന്തായിരുന്നു ഊഹിക്കാമല്ലോ. നല്ല റോഡെല്ലാം നല്ല കളർഫുള്ളാണ്. നിറയെ ആളുകളുണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു 7 മണിയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏഷ്യനെറ്റ് ചേർന്ന് നടത്തുന്ന ഓണക്കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇതിന് 2 സൈഡുണ്ട്. നമുക്ക് ഇറങ്ങി പോകാനും കയറി പോകാനുമായിട്ടുള്ള 2 സൈഡുണ്ട്, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ കയറി ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നല്ല കളർഫുള്ളായിട്ടുള്ള റിബൺസ് വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ലൈറ്റിംഗ് ആണ്. അതാണ് അതിൻ്റെ ഒരു ആകർഷണം. സത്യം പറഞ്ഞാൽ രാത്രി പോകുന്നതാണ് നല്ല ഭംഗി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയം ചൂസ് ചെയ്തത് കേട്ടോ. ഇതിങ്ങനെ പോട്ടിലിങ്ങനെ ലൈറ്റൊക്കെ ബൾബൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. സ്നാക്സ് അടിക്കാൻ ബജികൾ എല്ലാ ഐറ്റംസും കിട്ടും. കോഫി, ചായ, ജ്യൂസ് എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. ഇവിടെ നമ്മൾ ബജിയും നമ്മുടെ ഗോബി മഞ്ചൂരിയനും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു. എന്നിട്ടാണ് നമ്മളൊക്കെ. അപ്പോൾ അവിടുന്ന് എങ്ങനെ അനൗൺസ്മെൻറ്റ് കേൾക്കാം കേട്ടോ. പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ പ്രോഗ്രാം തുടങ്ങാറായിരുന്നു. അപ്പോൾ ഇന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ചൂസ് ചെയ്തത്. എനിക്ക് ഈ പ്രാവശ്യത്തെ ഐഡിയ സ്റ്റാർ സിംഗർ ഏറ്റവും ഇഷ്ടമാണ്. എല്ലാ കണ്ടസ്റ്റൻസിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇനി അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ശ്രീരാഗിൻ്റെ പാട്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. റൊമാൻറ്റിക് ആയിട്ടൊരു പാട്ട് നമുക്ക് പാടാൻ ഒരാളെ വിളിച്ചാലോ? ആർക്കും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട് വേണ്ടേ? ശ്രീരാഗിന്റെ കുറവാണല്ലോ. അത് എന്ത് പറ്റി? എവിടെ വേണമോ വേണ്ടയോ? വേണം. അത് മതി. അത് അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ഗോകുലാണ് കേട്ടോ പാടാൻ വരുന്നത്. ഗോകുലിനെ നമുക്ക് വിളിക്കാം. ഗോകുലേ, come on. അപ്പോൾ ഗോകുലിൻ്റെ സോങ്ങും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഞാൻ കുറേ ഭാഗങ്ങളായിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ കുട്ടികളാണല്ലോ പെർഫോം ചെയ്തത്. ഇനി അടുത്തതായിട്ട് ഞാനൊരു ടീച്ചറിനെ വിളിക്കുകയാണ്. ഈ ടീച്ചർ ഇപ്പം ഇവിടെ പാടാൻ പോണ പാട്ടത്തിന് മുന്നേ 1-2 തവണ ഞാൻ കേട്ടിട്ടുണ്ട് പാടിയിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം ഒരു കൊല്ലമായിട്ട് സ്റ്റാർ സിംഗറിലുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പാട്ടിനെ പറ്റി ധാരണയൊന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് പാടാനും പറ്റില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നിന്ന് പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം. ഞാനാണ് അവിടെ അത്ഭുതപ്പെട്ടിരിക്കാറുള്ളത്. അങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ട് കേട്ടിട്ടുള്ളൊരു പാട്ടാണ് നമ്മുടെ അഷിമ ടീച്ചർ വന്ന് പാടാൻ പോണത്. അപ്പം നമുക്ക് അഷിമിനെ വിളിക്കാൻ വിളിച്ചു. വെൽക്കം അഷിമ.
അശ്മ ടീച്ചറിൻ്റെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. In my കണ്ണിലൂടെ, I'm thinking of you. ഭാവിൻ്റെ ഒരു അടിപൊളി സോങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഗോൾഡൻ സ്റ്റാർ കിട്ടിയ എല്ലാ സോങ്ങും അവർ പാടിയിട്ടുണ്ട്. സൂപ്പറായിരുന്നു. അടുത്തത് അരവിന്ദിൻ്റെ പാട്ട്. ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്ക് മെത്തെ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം. ശ്രീരാഗ്, അനുശ്രീ, നന്ദയുടെയൊക്കെ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞത്. ഇവരുടെ വേറൊരു പെർഫോമൻസിന് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ലൈവ് അല്ല, റീടേക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ലൈവായിട്ട് അവർ ഒറ്റ ടേക്കിൽ പാടിയതാണ് എന്ന് അവർ കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നന്ദക്കുട്ടീനെയും ദിശേനെയും വിളിക്കാം. ഒരു കൈഡി നമുക്ക് അവർക്ക് കൊടുക്കാം. സ്റ്റാർ സിംഗേഴ്സിൻ്റെ പെർഫോമൻസ് കിഡിലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. വന്നില്ലായിരുന്നു ഭയങ്കര നഷ്ടമായിരുന്നു. ഇന്ന് തന്നെ വന്നത് കാര്യമായി. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാണ്. ഇവിടെ എല്ലാം ഫുൾ ലൈറ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ അലങ്കരിച്ചിരിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ആ സ്റ്റാർ സിംഗറിൻ്റെ പെർഫോമൻസ് നേരിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്.
ഇത് പല കളേഴ്സിലുള്ള പേപ്പർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. കാറ്റടിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് കുറേ ആളുകൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു ഐഡിയ ആണ്, എനിക്ക് ഇഷ്ടമായി. ഇവിടുത്തെ ഡെക്കറേഷൻ ടീംസിന് എന്തായാലും അഭിനന്ദിച്ചേ പറ്റൂ, അടിപൊളിയാണ്. പിന്നെ നല്ല വിളക്കുകളിങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കനകക്കുന്ന് കൊട്ടാരം ഫുൾ നല്ല ദീപ പ്രൊഫൈലാണ്. നിറയെ ആളുകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. ഊഞ്ഞാലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ആളുകളെല്ലാം ഒത്തിരി സെൽഫീസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഫുൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് താഴെയുള്ള എല്ലാ ദൃശ്യങ്ങളും നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രാത്രി വരണം, അതാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. രാത്രിയിലാണ് കൂടുതൽ പ്രോഗ്രാംസ് ഉള്ളത്. നാളെ അതായത് 19-ാം തീയതി സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, വൈകിട്ട് സമയം. അപ്പോൾ അടുത്തുള്ളവരൊക്കെ പോയി കാണുക. ഇവിടെ ഇരുന്ന് ഇതേപോലെ ചെറിയ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇവിടെ ഒരു മിനി സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഈ മിനി സ്റ്റേജിലെല്ലാം നാടൻ കലാരൂപങ്ങളാണ്. ചാക്യാർ കൂത്ത്, ഓട്ടൻ തുള്ളൽ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് നാടൻ പാട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മിനി സ്റ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നാടൻ കലാരൂപങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നല്ല നാടൻ പാട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി എൻ്റെ ഫേവറേറ്റ് സ്റ്റാർ സിംഗേഴ്സിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റി. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഹാപ്പി ആയത്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യില്ല കേട്ടോ. ഇനി 23-ാം തീയതി വരെ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ രാത്രിയിൽ വരുന്നതായിരിക്കും കാണാൻ നല്ല ഭംഗി. നല്ല ദൃശ്യങ്ങളൊക്കെ കാണാൻ നല്ലത് രാത്രിയിലായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവരുടെയൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നമ്മുടെ വാഹനം ഇട്ടതിന് ശേഷം നമുക്ക് ഓട്ടോയ്ക്ക് പോകുന്നതായിരിക്കും ബുദ്ധി കേട്ടോ. അവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പാടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ നമ്മൾ വീഡിയോസൊക്കെ ഞാൻ പാട്ടൊക്കെ എല്ലാം കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ വേണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.